ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം നമുക്കൊന്ന് ലുലുവിലെ ഓണച്ചന്ത കണ്ടിട്ട് വന്നാലോ. ഓണമായി കഴിഞ്ഞാൽ എല്ലായിടവും നല്ല വൈബാണല്ലേ. ഓണ വൈബ് നമുക്ക് പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയായിരുന്നു. ഒരു ശാലീനമായ ഒരു ഭംഗിയായിരുന്നു ലുലു മാളിനെ കാണാൻ. കണ്ടില്ലേ, അവർ ഓണച്ചന്ത എന്നൊക്കെ പറഞ്ഞ് ഇതുപോലൊരു ഇതൊക്കെ വെച്ചാണ് അവർ ഓണച്ചന്ത സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചേക്കുന്നതൊക്കെ കണ്ടില്ലേ. ഇവിടെ വരുന്നതിന് മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതുമായ പല സാധനങ്ങളും നമ്മൾ നമ്മുടെ ബാസ്ക്കറ്റിൽ നിറയ്ക്കും. അവസാനം ബില്ല് വരുമ്പം കണ്ണു തള്ളും. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്കങ്ങനെയുണ്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു പായസമേള. റോസാപ്പൂവിൻ്റെ ഇതള് വരെ വെച്ച് ഒരു പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ. പക്ഷെ നമ്മളൊന്നും മേടിച്ചതൊന്നുമില്ല. കണ്ടില്ലേ, എന്തോരം വെറൈറ്റി, നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് വെറൈറ്റി പായസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിന് ചുറ്റും നല്ല തിരക്കുമായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ഓഫേഴ്സും പായസത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഓണവഞ്ചിയാണ് ഇത്. നമുക്ക് അത്ര കൂട്ടം ചീനിയൊക്കെ പിടിച്ച് പൊക്കാൻ നോക്കിയിട്ടൊന്നും പൊങ്ങുന്നില്ല. അമ്മാതിരി സൈസിലുള്ളതാണ് കൊണ്ടിറക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നാൽ ഉപ്പൊട്ട് കർപ്പൂരം വരെ മേടിക്കാം എന്ന് പറയുന്ന പോലെയാണല്ലേ. നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ഒന്നിനും പുറത്ത് പോകേണ്ട കാര്യമില്ല. അതാ ഈ ഹൈപ്പർ മാർക്കറ്റിനകത്ത് തന്നെ എല്ലാം കിട്ടും. കണ്ടില്ലേ, എന്ത് ഭംഗിക്കാണ് ആ ഓണത്തിൻ്റെ തീമിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടില്ലേ, എല്ലാത്തിനും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്നത് ഇതല്ലേ, ഇതും ഓണത്തിന് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണവഞ്ചി, ഇതാണ് ലുലുവിൻ്റെ ഓണവഞ്ചി. ഇതിനകത്താണ് അവർ ഓണത്തിനുള്ള സകല സാധനങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു വഞ്ചിക്കകത്ത് തന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ഓണത്തിന് വേണ്ടുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കണോ, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലേക്ക് വേണോ, എല്ലാം ഉണ്ടായിരുന്നു. ചേനരയൊക്കെ സൈസ് കണ്ടില്ലേ, എല്ലാം ഉണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ തന്നെ. വാഴയില കിടക്കുന്നുണ്ടോ, അത് ഞാൻ പറഞ്ഞേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവർ ഈ വഞ്ചിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേക്കറിയുടെ സെക്ഷനും ഒട്ടും മോശമില്ലായിരുന്നു. 350 കേക്കൊക്കെ 250 രൂപയ്ക്ക് അവിടെ ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. നല്ല കേക്കായിരുന്നു. ആ വർഷത്തെ പോലെ ലുലുവിൽ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിക്കാനും അവർ ഒട്ടും മറന്നിട്ടില്ല. അടിപൊളിയായിട്ടാണ് അലങ്കരിച്ചിട്ടേക്കുന്നത്. കണ്ടാൽ തന്നെ നമുക്കൊരു ഉത്സവത്തിൻ്റെ ഫീല്, ആ ഓണത്തിൻ്റെ ഫീല് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അവരൊരു മാസം മുമ്പേ ഇതുപോലുള്ള സംഗതികളൊക്കെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അട്രാക്ട് ചെയ്ത് അങ്ങോട്ട് വിളിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കീറാനായിട്ട്. അല്ലാതെ പിന്നെ എന്തോ പറയാനാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണെന്നറിയോ. എത്ര സമയമില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്നാലും കുറേ നേരം 1, 2, 3, 4, 5 മണിക്കൂറെങ്കിലും ഇതിനകത്ത് കിടന്ന് കറങ്ങിയിട്ടേ പോകുള്ളൂ. അതെല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം അത്രത്തോളം കാഴ്ചകളുണ്ട് ട്രിവാൻഡ്രം ലുലുവിൽ കാണാൻ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.